ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം, മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെടികൾക്ക് മഴക്കാലത്ത് സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റി, അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. മഴക്കാലത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നാമത്, തറയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മൾ നീർവാർച്ച നല്ല രീതിയിൽ ഉറപ്പാക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. ഇപ്പോൾ തറയിലാണെങ്കിൽ തന്നെ അത്യാവശ്യം കൂന കൂട്ടിയൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ചെടി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ചെടിച്ചട്ടിക്കകത്തോ ഗ്രോ ബാഗിലോ ഒക്കെ ആണെങ്കിൽ നല്ല ഹോളൊക്കെയുള്ള ചെടിച്ചട്ടി എടുക്കുക. ഗ്രോ ബാഗൊക്കെ ആണെങ്കിലും നമ്മൾ വെള്ളം വീണാൽ അപ്പം തന്നെ അത് ഊർന്ന് പോകുന്ന രീതിയാണെന്ന് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെ വരുമ്പം ചെടി കൂടുതൽ ഫംഗൽ രോഗം വരാതെയും വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞു പോകാതെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്നാമത് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിരന്തരമായിട്ട് മഴ പെയ്ത് ചെടിയുടെ ചുവട്ടിലെ വളമെല്ലാം ഒലിച്ചു പോയി മണ്ണിൻ്റെ അസിഡിറ്റി കൂടി ചെടി മുരടിച്ച് മഞ്ഞ കളർ ഇലയൊക്കെ വരുന്നുണ്ട്. അപ്പം മഞ്ഞ കളറിലെ ഇല വരാനുള്ള പ്രധാന കാരണം മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ്, ആ മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലമാണ്. ചെടികൾക്ക് പച്ചനിറം കൊടുക്കുന്ന ഐറ്റമാണ് മഗ്നീഷ്യം. അതില്ലാതെ വരുമ്പോഴാണ് മഞ്ഞളിപ്പ് രോഗമൊക്കെ വരുന്നത്. അപ്പം നമുക്കതിന് ചെയ്യാനുള്ളത് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ദണ്ട് ഈ ചെടികൾക്ക് മഞ്ഞളിപ്പുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പം നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിലോട്ട് ഡയറക്റ്റ് കൊണ്ട് വളമായാലും കീടനാശിനി ആയാലും ഒന്നും നമ്മൾ നേരിട്ടിട്ട് കൊടുക്കുകയില്ല. ദണ്ട് ഈ സൈഡ് ദണ്ട് ഈ ഒരു ഏകദേശം ഈ ഒരു പോർഷനിലോട്ടാണ് നമ്മൾ ഈ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ദണ്ട് ഇത്രയും ഡോളോമൈറ്റാണ് ഒരു ചെടിക്ക് ഇടാനായിട്ട് എടുക്കുന്നത്. അപ്പം ചെറിയ ചെടികൾക്കൊക്കെ ഒരു 1/2 സ്പൂൺ ഡോളോമൈറ്റാണ് ഇടാനായിട്ട് എടുക്കുന്നത്. ഇത് ഞാനിതിൻ്റെ റൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് നമ്മൾ ആക്കി കൊടുക്കണം. വേരുകൾ പൊട്ടാൻ പാടില്ല. അതുകൊണ്ട് നേരെ ഒത്തിരി അങ്ങ് കൊഴിച്ച് മാന്തുമൊന്നും ചെയ്യരുത്. മണ്ണ് ഇപ്പോൾ പുറത്ത് വേറെ മണ്ണ് സെപ്പറേറ്റ് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ മണ്ണിട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ആകുമ്പോഴത്തേന് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി കിടക്കത്തില്ല. നമുക്കൊരു ഉയർന്ന ഒരു തടം പോലെ എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇടുന്നത് കൊണ്ട് മണ്ണിൻ്റെ pH കറക്റ്റ് ആവുന്നു. മണ്ണിൻ്റെ പുളിപ്പം, കേരളത്തിൻ്റെ മണ്ണിന് പൊതുവേ പുളിപ്പ് രസമുണ്ട്. അതുകൊണ്ട് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇടയ്ക്ക് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടിയുടെ ഇടയിൽ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു രീതി ചെയ്തു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഡോളോമൈറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. കുമ്മായം ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് എന്ത് വളമുണ്ടോ ആ വളം എല്ലാം നിർവീര്യമായി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഡോളോമൈറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വളം കൊടുത്താലും ഈ ചെടിക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൊണ്ട് വളം ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ കൊഴിഞ്ഞും പോകും. ഇത് ചെടികളുടെ വേരിനെ വളം വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ശേഷി ലഭിക്കുകയില്ല. അതുപോലെ വേരിൻ്റെ ഘടന നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നതിനും ഈ ഡോളോമൈറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ കാൽസ്യം കിട്ടും, മഗ്നീഷ്യം കിട്ടും. അതുകൊണ്ട് ഇടയിലിടയിൽ നമ്മൾ ഇതുപോലെ 1.5 മാസത്തെ ഗ്യാപ്പിലെങ്കിലും 1/2 സ്പൂൺ ഡോളോമൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതേ കണ്ടോ, മഴ നിരന്തരമായിട്ട് ഏൽക്കുന്നത് മൂലം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ മാറിപ്പോയിട്ട് ഇതുപോലെ വേര് തെളിഞ്ഞു വരും. അതുപോലെ മണ്ണ് കട്ടിയായി പോവുകയും മണ്ണ് ഉറച്ച് നിൽക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം നമ്മൾ ആ മഴവെള്ളം നേരിട്ട് പതിക്കുന്നത് കൊണ്ട് പതിച്ച് ആ മണ്ണങ്ങ് കട്ടി പിടിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതയിട്ട് കൊടുക്കുക. കരിയില കൊണ്ട് പൊതയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പൊതയിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ മൂട്ടിലോട്ട് ഇതിനോട്ട് ചേർന്നിട്ട് കൊടുക്കരുത്. ഫംഗൽ രോഗങ്ങൾ വരും. കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നത് കൊണ്ട് നേരിട്ട് മഴവെള്ളം വീണ് മണ്ണ് ഉറഞ്ഞു പോകാതിരിക്കുന്നു. അതുപോലെ വേരുകൾക്ക് നല്ല സംരക്ഷണം കിട്ടുന്നു, എയർ സർക്കുലേഷനും കിട്ടുന്നു. പിന്നെ നമ്മൾ സാധാരണ 10-15 ദിവസം കൂടുമ്പോഴാണ് ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാറുള്ളത്. മഴക്കാലത്ത് നമുക്കൊരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും കുറേശ്ശെ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് അത്യാവശ്യത്തിനൊക്കെ നിലനിൽക്കാനുള്ള വളം അതിന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതലും മഴവെള്ളത്തിൽ ഒലിച്ചു പോകും. അതിന് വേണ്ടുന്നത് കിട്ടത്തുമില്ല, വളവും നഷ്ടമാകും, ചെടികൾക്ക് ആവശ്യത്തിന് കിട്ടത്തുമില്ല. അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസമൊക്കെ കൂടുമ്പോഴത്തേന് കുറേശ്ശെ വളം ഇട്ട് കൊടുക്കുക. ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് വളമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതൊരു 15 മിനിറ്റിനുള്ളിൽ അതിനെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ ആവശ്യത്തിന് ഉപകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വിളവ് ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.